മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയും നിലനിൽക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹ്മാൻ. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുമ്പേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. ചിത്രത്തിനെതിരെയും മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്കെതിരെയും ചിലർ പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളാണ്. ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളും ഡൽഹി ഷെഡ്യൂളുകളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ ചിത്രീകരണം പുനരാരംഭിക്കാനിരിക്കുന്ന ഈ സമയത്ത് ഉണ്ടാക്കുന്ന ഈ കോലാഹലം മലയാള സിനിമയെ നശിപ്പിക്കാനാണ്. ഈ അനാവശ്യ വിവാദങ്ങൾ മലയാള സിനിമാ വ്യവസായത്തെ തകർക്കാൻ വേണ്ടിയാണെന്നും സലീം റഹ്മാൻ പ്രതികരിച്ചു. മലയാള സിനിമയും ഓൺലൈൻ മാധ്യമങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമാ വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ്. യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ലാത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമ കലാസൃഷ്ടിയാണെങ്കിലും കോടികൾ മുടക്കുമുതലുള്ള ബിസിനസ് കൂടിയാണ്. ഇപ്പോൾ ഇക്കൂട്ടർ പുതുതായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മഹേഷ് നാരായണൻ മമ്മൂട്ടി പ്രൊജക്ടുമായി ബന്ധപ്പെട്ടാണ്. വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളും ഡൽഹി ഷെഡ്യൂളുകളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തോടെ ഷൂട്ട് പുനരാരംഭിക്കുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും ഇനി പുനരാരംഭിക്കില്ലെന്ന വ്യാജ വാർത്തകളാണ് പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുമായി സഹകരിക്കുന്ന ചില നടന്മാരുടെ അസൗകര്യം മൂലം ഷെഡ്യൂളുകളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതൊഴിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ നിർമ്മാതാക്കൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സിനിമയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സിനിമ വളരെ മനോഹരവും ലളിതവുമായി അതിന്റെ പണിപ്പുരയിലാണ്. മലയാളിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ സിനിമ പൂർത്തിയാക്കി മുൻ തീരുമാനപ്രകാരം റിലീസ് ചെയ്യും. ഈ സിനിമയുടെ തുടരെയുള്ള വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ അഭിനേതാക്കളിൽ പലർക്കും മനുഷ്യ സഹജമായി ഉണ്ടാകാവുന്ന ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ആ പ്രിയപ്പെട്ട നടനെ വേദനിപ്പിക്കും വിധം അസത്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ പടച്ചുവിടുന്നവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നവരെല്ലാം ആ നടനോടും മലയാളികളോടും ചെയ്യുന്ന പൊറുക്കാൻ കഴിയാത്ത ക്രൂരതയാണ്. സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയ്ക്കെതിരെയുള്ള ഇത്തരം ക്യാമ്പയിനുകൾ ഇൻഡസ്ട്രിക്കും തന്നെ അപകടമാണ്. ഇത്തരം നിരുത്തരവാദപരമായ വ്യാജവാർത്തകൾ പ്രേക്ഷകർ അതിന്റെ അവജ്ഞതയോടെ തള്ളിക്കളയണമെന്ന് സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ പ്രിയ മലയാളികളോട് അഭ്യർത്ഥിക്കുകയാണ്. സലീം റഹ്മാന്റെ വാക്കുകളായിരുന്നു ഇത്. മമ്മൂട്ടിക്കും മഹേഷ് നാരായണൻ പ്രൊജക്ടിനുമെതിരെ നിരവധി വ്യാജ വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചത്. മമ്മൂട്ടിക്ക് അസുഖബാധിതനായതുകൊണ്ട് മമ്മൂട്ടി മഹേഷ് നാരായണൻ പ്രൊജക്ട് നിർത്തിവെച്ചുവെന്നും ഇനി ഷൂട്ടിംഗ് നടക്കില്ല എന്നൊക്കെയായിരുന്നു വാർത്തകൾ. മറ്റു പ്രൊജക്ടുകളെ കുറിച്ചും അത്തരം വാർത്തകൾ വന്നിരുന്നു. മമ്മൂട്ടിയുടെ എല്ലാ പ്രൊജക്ടുകളും നിർത്തിവെച്ചു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ കൈയടക്കിയിരുന്നു. എന്നാൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ സത്യാവസ്ഥ പുറത്തു വന്നതോടെ ആ ഒരു പ്രചാരണം നിൽക്കുകയായിരുന്നു. എന്തായാലും അണിയറയിൽ മമ്മൂട്ടിക്കായി അണിഞ്ഞൊരുങ്ങുന്നത് മികച്ച സിനിമകളാണ്. അതിൽ ചില സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ ഉടനുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായിരിക്കും അതെന്ന് നമുക്ക് കാത്തിരിക്കാം.